ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാർ അറസ്റ്റിലേക്ക്. പത്മകുമാർ SITക്ക് മുന്നിൽ ഹാജരായതിനു ശേഷം അറസ്റ്റിലായി എന്നാണ് സൂചന. SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി രാജീവും അതുപോലെ പ്രജിത് മോഹനും ചേരുന്നു. ആദ്യം രാജീവിലേക്ക് പോവുകയാണ്. രാജീവ്, പത്മകുമാർ പരമാവധി ശ്രമിച്ചതാണ് ഒഴിഞ്ഞുമാറാൻ. SIT 2 തവണ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി, പക്ഷേ പ്രതികരിച്ചില്ല. ഇപ്പോഴിതാ പത്മകുമാറിനെ SIT ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല, വൈദ്യപരിശോധനയ്ക്ക് പത്മകുമാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അറസ്റ്റ് എന്തായാലും ഉറപ്പല്ലേ രാജീവ്? അറസ്റ്റ് ഒഴിവാക്കി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നോട്ട് പോകാനാവുമോ? അൽനബീർ, തീർച്ചയായും ഈ ഘട്ടത്തിൽ അറസ്റ്റ് ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കൃത്യമായ തെളിവുകൾ തന്നെയാണ് SITക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ചോദ്യം ചെയ്യാൻ നീണ്ടുപോയി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് SIT ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ്. അതായത് നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികളുണ്ട്, മാത്രമല്ല നിലവിൽ ലഭിച്ചിരിക്കുന്ന രേഖകൾ, അത് മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെയുണ്ട്. ഈ രേഖകൾ ഈ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ നടത്തിയത് എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാര്യം ഈ മിനിറ്റ്സ് രേഖകളിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കുന്നതിന് കാരണമായ ബോർഡ് യോഗമുണ്ട്. ആ ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സ് രേഖകളാണ് നിലവിൽ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. തുടർന്നാണ് ഈ ക്രൈംബ്രാഞ്ച് ഈ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി SIT കടക്കുന്നത്. മാത്രമല്ല, നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾ അതും വളരെ നിർണായകമാണ്. ആദ്യം അറസ്റ്റിലായ മുരാരി ബാബു തൊട്ട് ഇങ്ങോട്ട് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു വരെ മൊഴി നൽകിയിരിക്കുന്നത് പത്മകുമാറിന് എതിരെയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ഈ ചെമ്പ് പാളികൾ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയതും തുടർന്ന് 2019 മാർച്ചിൽ ഈ കട്ടളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതും എന്ന് തെളിയിക്കുന്ന രേഖകളും മൊഴികളുമാണ് നിലവിൽ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കുന്നത്. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഏതായാലും കടക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. നേരത്തെ SITയും വ്യക്തമാക്കിയത് അത് തന്നെയാണ്. അതായത് നിലവിൽ അറസ്റ്റിലായ N വാസു ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്നത് എന്തു കുറ്റമാണോ അതിനുമപ്പുറത്തേക്കാണ് പത്മകുമാർ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് തന്നെയാണ് SIT നൽകുന്ന സൂചന. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതും അദ്ദേഹത്തിന് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നതും പത്മകുമാറാണ്. മാത്രമല്ല, പത്മകുമാറിൻ്റെ മുറിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള പത്മകുമാറിൻ്റെ സന്നിധാനത്തെ മുറിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് തെളിയിക്കുന്ന ചില മൊഴികൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ പത്മകുമാറിന് കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങളിലേക്ക് പത്മകുമാർ പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും നിലവിൽ SIT പരിശോധിച്ചിട്ടുണ്ട്. അതായത് പത്മകുമാർ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന കാര്യത്തിൽ നിലവിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം. അത്തരത്തിലുള്ള അട്ടിമറികളിലേക്ക് ഇപ്പോൾ പോകാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ചും ഹൈക്കോടതി കൂടി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഹൈക്കോടതി വളരെ കർശനമായി ഇടപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അട്ടിമറികൾക്കൊന്നും ഇപ്പോൾ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പത്മകുമാർ കൂടി അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് സർക്കാരിനെയും CPMനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന N വാസു അറസ്റ്റിലാകുന്നത് അത് സർക്കാരിനും CPMനും വലിയ പ്രതിരോധമുണ്ടാക്കിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വിഷയത്തിൽ തന്നെ തലയൂരാൻ CPMും സർക്കാരും പെടാപ്പാട് പെടുന്നതിനിടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ കൂടി ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2018 ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് ചുക്കാൻ പിടിച്ചത് ആരൊക്കെയാണോ അവർ ഒന്നൊന്നായി അഴിക്കുള്ളിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഈ മണ്ഡലകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അനിൽ നമ്പ്യാർ, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഉത്സാഹിച്ചവരാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിലും അതുപോലെ അറസ്റ്റിലും ഒക്കെ ഉള്ളത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ട്. രാജീവ്, ഒരു കാര്യം കൂടി, അതായത് ഈ പത്മകുമാർ അറസ്റ്റിലാണ് എന്ന സൂചനകൾ പുറത്ത് വരുന്നു. മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം മുൻ കമ്മീഷണർ അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. ഒരുപക്ഷെ വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഇല്ലേ?
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് എൻ വാസുവിനെ ഇന്നത്തേക്ക് മാത്രമാണ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. വൈകിട്ട് അദ്ദേഹത്തെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും, ജയിലിലേക്ക് അയക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അതിനുള്ള സമയപരിധി വളരെ കുറവാണ്. കാരണം പത്മകുമാറിനെ ചോദ്യം ചെയ്തതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോഴേക്കും വൈകുന്നേരമാകും. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ടതായുണ്ട്. ഒരുപക്ഷേ ഇതിന് ശേഷമായിരിക്കും അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് ഈ അന്വേഷണത്തിൽ വളരെയധികം അത്യാവശ്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എൻ വാസു ദേവസ്വം കമ്മീഷണറുമായിരിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നത്. ആ തട്ടിപ്പിൽ ഉന്നതതല ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമികമായി കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. മാത്രമല്ല ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ്. 2019 മാർച്ചിൽ കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി 2018 മുതൽ ഗൂഢാലോചന നടന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിർണായകമായ പങ്കാണ് പത്മകുമാർ വഹിച്ചിരിക്കുന്നത് എങ്കിൽ അതിൽ ഒട്ടും കുറവില്ലാത്ത പങ്ക് എൻ വാസുവും വഹിച്ചിട്ടുണ്ട്. തൊട്ട് താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇതിൽ നിർണായകമായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ വളരെ ആവശ്യമാണ് എന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനായുള്ള കസ്റ്റഡി അപേക്ഷ പിന്നീട് വീണ്ടും നൽകും. മാത്രമല്ല 2 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2 കേസിലും എൻ വാസു പ്രതിയാണ്. കട്ടിളപ്പാളികൾ കൊണ്ടുപോയതിലും ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിലും എൻ വാസു നിലവിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനിയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ തെളിവുകൾ പത്മകുമാറിനെതിരെ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത്. അതിലൊന്ന് ദേവസ്വം മിനിറ്റ്സ് രേഖകളാണ്. ആ മിനിറ്റ്സ് രേഖകളിൽ ഈ സ്വർണത്തെ ചെമ്പാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. തുടർന്നാണ് ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീ അതിൽ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല പത്മകുമാറിൽ മാത്രമായി ഇത് ഒതുങ്ങില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ കേസിൽ പ്രതികളാണ്. അവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോഴും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ അറസ്റ്റിലായപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമോ എന്നൊരു ചോദ്യം ആ ഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. തുടർന്നാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല ഗൂഢാലോചനയിലേക്കും ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിലേക്കും കടന്നത്. എൻ വാസു ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പുറത്തുവിട്ടത് ജനൻ ടി വിയാണ്. പത്മകുമാറിന്റെ പങ്ക് ആദ്യമായി പുറത്തുവിട്ടതും ജനൻ ടി വിയാണ്. ഈ ഘട്ടത്തിൽ ഇനി അറിയേണ്ടത് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഇതുമായി എന്ത് ബന്ധമുണ്ട് എന്നാണ്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ പല ചടങ്ങുകളിൽ പങ്കെടുത്തതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. 2025 വരെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. 2025 ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾ എടുത്താണ് ഈ പറയുന്ന ബന്ധം ഉണ്ടായത് എന്നത് നമുക്ക് കരുതാനാവില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ മുഖ്യമന്ത്രിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തിയതിനു ശേഷം എടുത്ത ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ദ്വാരപാലക ശില്പം രണ്ടാമതും സ്വർണം പൂശാനായി കൊണ്ടുപോകുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അറസ്റ്റിലായവരോ ഇനി അറസ്റ്റിലായവരിലോ മാത്രമായി ഇത് ഒതുങ്ങുന്നതല്ല. അന്നുണ്ടായിരുന്ന ഉന്നത തലങ്ങളിൽ വരെ ഈ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ അതിലേക്ക് കൂടി ഇനി അന്വേഷണം പോകുമോ എന്നാണ് അറിയേണ്ടത്. അനിൽ നമ്പ്യാർ. ശബരിമല സ്വർണ്ണ കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ MLA-യും CPM നേതാവുമായ എ പത്മകുമാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചോദ്യമുനയിൽ പ്രജിത്തിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, പത്മകുമാറിനെ എവിടെയാണ് ചോദ്യം ചെയ്യുന്നത്? രഹസ്യ കേന്ദ്രത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ആസ്ഥാനം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസാണ്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗങ്ങൾ അവിടെ ഇല്ലേ? എവിടെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്? അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രജിത്ത്? അനിൽ, കൃത്യമായി ഇപ്പോഴും എവിടെയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം രാവിലെ തിരുവനന്തപുരത്ത് ഹാജരാകാനുള്ള നിർദ്ദേശമനുസരിച്ച് ആറന്മുളയിലെ വീട്ടിൽ നിന്നും പത്മകുമാർ എത്തിയിരുന്നു. പിന്നീടാണ് പത്മകുമാറിനെയുമായി അന്വേഷണ സംഘം മാറുന്നത്. അത് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലല്ല
എന്നുള്ളതിൽ നമുക്ക് ഏകദേശം വ്യക്തതയുണ്ട്. കാരണം അവിടെ ഉദ്യോഗസ്ഥരാരും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SP ശശിധരൻ അടക്കമുള്ളവർ പത്മകുമാറുമായി മറ്റൊരു കേന്ദ്രത്തിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്തിനകം പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമെന്നുള്ളതും ഒരു വിവരമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പത്മകുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ ഹാജരാക്കാൻ ഇനി എത്തിയാൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ഈ ഘട്ടത്തിലൊരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുമില്ല. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെയാണ്, ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പലതും പുറത്തു വരുന്നതിനുണ്ടാകുന്ന കാലതാമസം, അല്ലെങ്കിൽ ആ വിവരങ്ങൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പത്മകുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജനറൽ ആശുപത്രിയിലായിരിക്കും വൈദ്യപരിശോധന. കഴിഞ്ഞ ജനറൽ ആശുപത്രി ഞങ്ങളുടെ പ്രതിനിധി MS വീണയുണ്ട്. വീണയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രജിത്ത, അതായത് N വാസുവിനെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. N വാസുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമോ, പത്മകുമാറിനൊപ്പം ഇരുത്തി വാസുവിനെ ചോദ്യം ചെയ്യുമോ, കൂടുതൽ വ്യക്തത വരുത്താൻ? കാരണം ഒരുപാട് തെളിവുകൾ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ, അതായത് സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആക്കിയതിൽ ഗൂഢാലോചന നടന്നല്ലോ. ആ ഗൂഢാലോചനയിൽ പത്മകുമാറിനും അതുപോലെ വാസുവിനും വ്യക്തമായ പങ്കുണ്ട് എന്ന് മുരാരി ബാബുവും സുധീഷ് കുമാറും ഒക്കെ മൊഴി നൽകിയിട്ടുണ്ട്. ബൈജുവും, തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജുവും മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പത്മകുമാർ പറയുമോ എന്നൊരു പക്ഷേ SIT നോക്കുമായിരിക്കാം. കാരണം പത്മകുമാറിൻ്റേതായിട്ട് വന്ന ഒരു പ്രസ്താവന, അതായത് ദൈവതുല്യരായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം കാരണം ചിലതൊക്കെ നടന്നു എന്ന രീതിയിൽ ഒരു ഏറ്റുപറച്ചിലുണ്ടായിരുന്നു ഒരു മാസം മുമ്പ്. അപ്പോൾ പത്മകുമാർ ഈ ദൈവതുല്യരായിട്ട് കാണുന്നവർ ആരൊക്കെയാണ് എന്നൊരു പക്ഷേ SIT ചോദിച്ചേക്കാം അല്ലേ? അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുമോ പ്രജിത്ത? പാർട്ടിയെ കൈവിടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം അപ്പോൾ പൂർണ്ണമായും അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ, തെളിവുകൾ നിരത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, സാക്ഷികൾ മൊഴികൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പത്മകുമാർ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും. കാരണം പത്മകുമാർ ആണോ ഇതിന്റെ ഈ സ്വർണ്ണക്കവർച്ചയുടെ ഏറ്റവും ഉയർന്ന ആസൂത്രണ കേന്ദ്രം, അല്ലെങ്കിൽ അയാൾക്ക് മുകളിലുള്ള ആളുകൾ ഈ സ്വർണ്ണക്കവർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലെല്ലാം, ആരാണ് ഈ ദൈവതുല്യർ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറച്ചിലുകൾ പത്മകുമാർ നടത്തേണ്ടി വരും. ആ ദൈവതുല്യരായ ആളുകളുടെ പേരുകൾ പത്മകുമാർ പറയുകയാണെങ്കിൽ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ എല്ലാ മാനങ്ങളും മാറിമറിയുമെന്നുള്ളതും അനിൽ നമ്പ്യാർ ഓർക്കേണ്ടതുണ്ട്. കാരണം പത്മകുമാർ പറയുന്ന കാര്യങ്ങൾ, നൽകുന്ന പേരുകൾ, അതാണ് ഏറ്റവും നിർണായകം. ഏതെങ്കിലും തരത്തിൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിലേക്കും മുകളിലേക്കും അന്വേഷണം നീളുന്ന സാഹചര്യം ഉണ്ടായാൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വിയർക്കേണ്ടി വരും. എന്തായാലും പത്മകുമാറിന്റെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും നിർണായകം. അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴികൾ തന്നെയാണ് പ്രധാനം. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അന്വേഷണ സംഘം പോകുന്ന ഒരു രീതിയും അത് തന്നെയാണ്. അതായത് ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൽ നിന്ന് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്കും, ആ എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്ന് പിന്നീട് N വാസുവിലേക്കും എത്തുന്നു. ഇതിനിടയിൽ മറ്റുദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾ, മൊഴികൾ, രേഖകൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതാ പത്മകുമാറിൽ എത്തി നിൽക്കുന്നു. പത്മകുമാറിന്റെ അറസ്റ്റ് ഏകദേശം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ആ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരുന്നു. അറസ്റ്റിന് ശേഷമുള്ള മറ്റു നടപടികളാണ് ഇന്ന് തന്നെ പത്മകുമാറിനുമായി അന്വേഷണ സംഘം കോടതിയിലേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. സാങ്കേതികമായ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും പത്മകുമാർ പറയുന്ന മൊഴി തന്നെയാണ് ഏറ്റവും നിർണായകം. പത്മകുമാർ ആർക്കെങ്കിലും നേർക്ക് വിരൽ ചൂണ്ടുകയാണെങ്കിൽ, ദൈവതുല്യർ ആരെന്ന് തുറന്നു പറയുകയാണെങ്കിൽ, ഈ അന്വേഷണത്തിന്റെ രീതികളും അന്വേഷണം അത് കേരള രാഷ്ട്രീയ സമൂഹത്തിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റും അത് വേറൊരു തലത്തിലേക്ക് മാറുന്നുമുണ്ടാകും. അനിൽ നമ്പ്യാർ. യെസ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി MS വീണയും ചേരുന്നുണ്ട്. പത്മകുമാറിനെ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പത്മകുമാറിനെയും കൊണ്ട് വൈദ്യപരിശോധനയ്ക്കായി SIT പുറത്തേക്ക് പോയി എന്ന റിപ്പോർട്ടും പുറത്ത് വരുന്നുണ്ട്. നമുക്ക് വീണയിലേക്ക് പോകാം. വീണ, അവിടെ മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുകയാണോ? പത്മകുമാറിനെയും കൊണ്ട് അവിടേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തും എന്ന എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ?
തീർച്ചയായും അനിൽ നമ്പർ ആ ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നതിന് ശേഷം പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്ന് വൈദ്യപരിശോധന നടത്തും. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് SIT കടക്കുന്നു എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത എല്ലാ പ്രതികളെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വൈദ്യപരിശോധന നടത്തിയിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിലേക്ക് ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കി SIT സംഘം തുടർ നടപടികൾ സ്വീകരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ജനറൽ ആശുപത്രിയിൽ എത്തിക്കുക. വൈകാതെ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് രഹസ്യ കേന്ദ്രത്തിൽ SIT സംഘം ചോദ്യം ചെയ്യുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തിക്കുക. ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ കൊണ്ടുപോകും. കോടതിയിൽ SIT സംഘം കസ്റ്റഡി അപേക്ഷ നൽകുവാനുള്ള സാഹചര്യം കൂടിയുണ്ട്. തുടർന്ന് വിശദമായി മൊഴിയെടുക്കേണ്ടതുണ്ട്. മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചന, ഒപ്പം തന്നെ ഉന്നതരുടെ പേരുകൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഇപ്പോഴും ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മാത്രമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നിൽ ഉന്നതരുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു കവർച്ചാ കേസ് പുറത്തു വന്നത് മുതൽ തന്നെ വരുന്ന വിവരങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഉന്നതരിലേക്ക് ആ ഉന്നതരാരാണ്, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കവർച്ചയിൽ പങ്കാളികൾ ആരാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. പത്മകുമാറിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനിൽ നമ്പ്യാർ. ഇതൊക്കെ വീണ പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ? അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ കസ്റ്റഡിയിൽ ആകുമോ, അറസ്റ്റിലാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CPM നേതാവും മുൻ MLAയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനുമായ പത്മകുമാർ അറസ്റ്റിലേക്ക് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പത്മകുമാർ SITക്ക് മുന്നിൽ ഹാജരായതിനു ശേഷം അറസ്റ്റിലായി. SIT അറസ്റ്റ് ചെയ്തു എന്നാണ് സൂചന. SIT തലവൻ SP ശശിധരൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. പത്മകുമാറിനെ അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരും എന്നും അറിയുന്നു. R. രാജീവ്, പ്രജിത് മോഹനൻ, MS വീണ എന്നിവരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് വൈകിട്ട് 4 മണിവരെ കസ്റ്റഡിയിൽ വിട്ടത്. കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കും. അതേസമയം N. വാസുവിനെതിരെ കോടതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ.